ഇന്നലെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നു. ഒരു കുട്ടി പറയാണ് അവളൊരു കടയിൽ ഹാൻഡ് കോൺസും നെയിൽ കോണും വെക്കുന്നുണ്ട്. ആ കടക്കാരന് കൃത്യമായിട്ട് അവൾക്ക് പൈസ കൊടുക്കൂല. അയാളുടെ നീഡ് അനുസരിച്ച് അയാളുടെ ആവശ്യങ്ങൾക്ക് ശേഷം അയാൾക്ക് തോന്നുമ്പോൾ ഒക്കെയാണ് ഇവൾക്ക് അതിന്റെ ക്യാഷ് കൊടുക്കുന്നത്. ഇവളിങ്ങനെ ക്യാഷിനെ പറ്റി ചോദിച്ചപ്പോൾ ഇവള് നിരന്തരം ചോദിക്കും. അപ്പോൾ അയാൾ പറയാണ് ഇങ്ങനെ ഇരക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം എനിക്കും ഇഷ്ടാവുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ സെയിലാവുന്ന സാധനത്തിന്റെ പൈസയാണ് ഇവള് ചോദിക്കുന്നത്. കടക്കാരൻ അത് ഇരക്കുന്ന പോലെയാണ് പോലും തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കടക്കാരൻ എന്ന് പറയുന്നത് പല പല സാധനങ്ങളും സെയിൽ ചെയ്യുന്ന ഒരാളാണല്ലോ. നിങ്ങളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇരന്നിട്ടാണോ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫാൻസിൻ്റെ ക്യാഷ് വാങ്ങുന്നത്? അല്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അല്ലേ നിങ്ങൾ വാങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുട്ടിയും. അവളുടെ സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോ കോണും നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെതായ സമയം കൊടുക്കണം അല്ലേ. കൊടുക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയവും അത് ഇഷ്ടവും കാര്യങ്ങളും അതിലേക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യണം. വെറുതെ നമുക്ക് മുറ്റത്തെ മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇല പറിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ ഇത്. പല ഡീലറുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഈ ഡീലേഴ്സ് ഒന്നും നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് ഒരു സാധനവും അയച്ചു തരില്ല. പ്രീപെയ്ഡ് ആയല്ലോ, എല്ലാ ഡീലേഴ്സിനും പ്രീപെയ്ഡ് ആണ്. ഈ കടക്കാരൻ ശ്രദ്ധിക്കേണ്ട കാര്യം, അവളുടെ ഒരു ചെറിയൊരു ബിസിനസ്സാണ് നിങ്ങളിലൂടെ അവൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവളെ നിങ്ങൾ സഹായിക്കുന്നത് അവളുടെ സാധനം സെയിൽ ചെയ്യാൻ സഹായിച്ചുകൊണ്ടാണ്. നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് അത് കൃത്യമായിട്ട് അവൾക്ക് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം ഇത് വെക്കുക, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം, ആ ദിവസം അവളുടെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക, അവളുടെ എമൗണ്ട് ഫിനാൻഷ്യലി കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നു കൊടുക്കാനുള്ളതല്ല. അവളുടെ സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അവളുടെ ഫിനാൻഷ്യലി ക്ലിയർ ചെയ്യണം. അതാണ് നിങ്ങൾ കാണിക്കേണ്ട മര്യാദ. നിങ്ങളാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യം ചെയ്യാത്തതുകൊണ്ടാണ് അവൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇരക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാട്ടോ. അപ്പം അവൾ പറഞ്ഞ കടക്കാരൻ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.